അശ്വിനാവിയിൽ പിശാചി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ഊനാവിന്റെ ഒരു പൂർണ്ണ അതിനെ കെട്ടിടാൻ വേണ്ടി ശ്രമിച്ചു എന്നും കെട്ടിട്ടു എന്നും ഹദീസിലുണ്ട്. അത് കുട്ടികൾക്ക് അവനെ കൊണ്ട് കളിക്കാമായിരുന്നു എന്നും ഹദീസിലുണ്ട്. വലിയൊരു ഇഫീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് നിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തല്ലത്താക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു കൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, ഞാനിതിനെ കെട്ടിയിട്ട് മദീനക്കാരായ നിങ്ങൾക്കൊക്കെ എന്നെ കാണാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആയിൽ വന്നിട്ടുണ്ട്, പടച്ചവനെ റബ്ബി ഹബ്ബിൽ മുൽക്കല്ല എന്നറിയും ദുആയി എന്തായി എന്റെ ശേഷം ആർക്കും കൊടുക്കാത്തൊരു മുൽക്ക് മറികടക്കണ്ട, ഓവർടേക്ക് ചെയ്യണ്ട എന്ന് ഉദ്ദേശിച്ച് ഞാൻ അവനെ പിടിച്ചു കിട്ടിയിട്ടില്ല. മഹാനായ ശൈഖ് സഖറിയ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചൊല്ലിക്കൊടുത്തു, തെരുന്ന് എഴുതി കൊടുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലാ അഖൂലു ഹാക്കദ, ലാ അഖൂലു ഹാക്കദ, ഞാൻ അങ്ങനെ പറയില്ല. ഇത് വന്നപ്പോ മുനിയന്മാർക്കൊക്കെ വലിയ വിഷമായി പഠിച്ചോ നിൽക്കേണ്ട മനസ്സിൽ കജ്ജ് കുറിച്ച് മുറ്റി ഒപ്പം നടന്നിരുന്ന ഈ മഹാൻ മതത്തിന്റെ സമയത്ത് കെലിമ എഴുതി കൊടുത്തപ്പം ലാ അഖൂലു ഹാക്കദ എന്നല്ലേ റബ്ബേ പറയുന്നത്. നമ്മളെ ഇബാദത്ത് കൊണ്ട് നമ്മളെ അമല് കൊണ്ടിട്ട് എന്ത് ഫല നമുക്ക് കിട്ടിയത് എന്ന് പ്രധാനപ്പെട്ട മുരീദന്മാർ ഒക്കെ മനസ്സിലാക്കി വളരെയധികം വിഷമത്തിലായ സമയത്ത് വഫാത്തായി ഖബറടക്കിയതിന്റെ ശേഷം അന്ന് രാത്രി ആ പ്രധാനപ്പെട്ട മുരീദന്മാരുടെ മുഴുവൻ കിനാവുകളാണ്. ഇവർക്ക് കെലിമ ചൊല്ലിട്ടെന്ന നേരത്തെ ഞാൻ ലാ അഖൂലു ഹാക്കദ എന്ന് പറഞ്ഞത് നിങ്ങളോടല്ല കേട്ടോ. പിശാച് ശൈത്താൻ എന്റെ അടുത്ത് വന്നിട്ട് കുൽ ഇലാഹൈനി ഇസ്നൈനി, പടച്ചോൻ രണ്ടെണ്ണുണ്ട് എന്ന് പറയേ എന്ന് ഉപദേശിച്ചുന്നേ. ഓരോണോ ഞാൻ പറഞ്ഞ ലാ അഖൂലു ഹാക്കദ, ഞാനങ്ങനെ പറയില്ല. അപ്പൊ ഞാൻ വളരെയധികം തർജീവും വളരെയധികം നിയമത്തിലുമാണ്. അള്ളാഹുക്കാർ എനിക്ക് വളരെയധികം നിയമത്ത് ജീവിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങളോടല്ല ആ കാര്യത്തിൽ വിഷമിക്കേണ്ട. അപ്പൊ പിശാചി എന്ന് പറയുന്ന സാധനം വളരെയധികം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അള്ളാഹുക്കാരെ കാത്തുരക്ഷിക്കട്ടെ, പ്രയത്നിക്കും. അപ്പൊ ഞാനൊക്കെ നിസ്കരിച്ചാൽ നിൽക്കാൻ എന്റെ കീശിയും ഒറ്റൊക്കെ ആടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉരുണ്ടുപോകുമ്പോ سمع الله لمن حمده ربنا لك الحمد ملء السماوات والارض وما شئت من شيء. എവിടെ പോയിട്ടാണ് കുളിയിൽ ഉറുപ്പിയാന്നാ നോക്കാം. ഉറുപ്പിയത് ഇതാണ് ഇതൊക്കെ നമ്മളെ ചിന്തകൾ പഴപ്പിക്കാൻ വേണ്ടിയാണ് പിശാച് ഒപ്പം നടക്കുന്ന. ആ പിശാചിന്റെ ശ്രമത്തൊട്ടുള്ളവരെ കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ മാർഗം എന്താണ്? ദിക്റ്. നമ്മൾ ഉപദേശിച്ചതുപോലെ ദിക്റ്. ആ ദിക്റ് കൊണ്ടിട്ട് സുഖലാകുക. എല്ലാം ദിക്റും ദിവസം കറച്ച ശാസ്ത്രങ്ങൾ കളയാറ്റൂടിയാണ്. ഇപ്പൊ എന്നാൽ കജ്മ വളഞ്ഞായിട്ടുണ്ടെങ്കിൽ ലേശം മണ്ണെടുത്തുകൊണ്ട് പറ്റിയാൽ പോയി. ഒരു ചീലായിട്ടുണ്ടെങ്കിൽ ലേശം സോപ്പെടുത്തിട്ട് കഴിയാൽ പോയി. അങ്ങനെ ഏത് സാധനങ്ങളും കഴുകി കട കളയാനും മെയ്ക്ക് കളയാനും പറ്റാവുന്ന കാലികളും സാധനങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നതായിരിക്കുന്ന ആ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ ദിക്ർ. ആ ദിക്ർ മഹാന്മാരോട് ബന്ധപ്പെട്ട് അവരുടെ ഇജാസത്ത് പ്രകാരം ചെയ്യുക. അതിൽ അല്ലാഹു തൗഫീഖ് നൽകി തരുമാറാവട്ടെ. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്ന ദുനിയായ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ അധികം ആൾക്കാർക്ക് അതാണല്ലോ സംഗതി. ഒരു മഹാന്റെ ചെല്ലാന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ദുനിയായ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇതിന്റെ ആക്കിപത്ത് നന്നാവേണ്ട കാര്യങ്ങളോ ഈമാ സലാമത്താവേണ്ട കാര്യങ്ങളോ മുന്നിൽ ഒരു 10 പോലും പറയുന്ന ആൾക്കാർ വളരെയധികം ചുരുക്കാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറ്റിയ ആൾക്കാരൊക്കെ അപൂർവം ഔദ്യോഗികമുണ്ട്. ഒക്കെ നിന്നെ നേരത്തെ ഉപദേശിച്ചതുപോലെ മഹാന്മാരൊക്കെ കഴിഞ്ഞു പോകാൻ വൈബുക്ക ഉസാലത്തി ശൈലി അവിത്തമുണ്ട്. ഈ ഗോതമ്പത്തിന്റെ അതേമായി തന്നെ ഉള്ള ഈ നെല്ലിന്റെ ഒക്കെ പകുതികളെ പോലത്തെ പകുതികളല്ലാതെ കൊണ്ട് ബാക്കിയാവില്ല. നല്ലൊരു എതുഹബ് സാധുവിനെ ലഘുവിന് ഫല്ലുമായി സാലിഹീനൊക്കെ ഓരോരുത്തരും തജ്ജിക്കാണ്ട് പോകാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് വേണം?
ഉള്ള സൗകര്യത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് നമ്മൾ എന്ത് വേണം, കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും നമ്മുടെ വിഭാഗത്തിൽ നന്നായണം, അതിന്റെ ന്യൂനതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലാകണം. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് തരുമാറാവട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൽ ന്യൂനതകളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അതിന്റെ വണ്ണം പോയുന്ന പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇജ്ജത്തോടുകൂടെ അള്ളാഹു ജീവിപ്പിക്കട്ടെ. യാതൊരു ദില്ലത്തിനും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. കൂടി ഈ സദസ്സിലുണ്ട് അൽഹംദുലില്ലാഹ്. ഒരു വേറെ ചിന്തിച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള കോട്ടയ്ക്ക് വളാഞ്ചേരി പെരിന്തൽമണ്ണ ജീവിതത്തിലേക്ക് എത്രണ്ണം മൂക്കിനും മൂത്തര കൊടുക്കും പൈപ്പിട്ട് കിടക്കുന്നുണ്ട്. സംസാരിക്കാൻ പറ്റാതെ എത്രണ്ണുണ്ട്, ആളോർമ്മല്ലാതെ എത്രണ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് വളരെയധികം നിയമത്താണ് ചെയ്തു തന്നിട്ടുള്ള. അള്ളാഹുത്തത് അത്തരം പ്രയാസത്തിലും അള്ളാഹത്തിൽ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ ആപത്തിന് തൊട്ടും അള്ളാഹത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ റഹ്മത്തുള്ളാ കാസിമി അവർ പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. ധാരാളം മുസ്ലിങ്ങൾ ഇവരെ പോകുന്നു. മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർക്ക് ബോധമില്ലാതെ, ബുദ്ധിയില്ലാതെ അധികം നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാലത്ത് കേരളത്തിന്റെ മലബാറിലെ മക്ക എന്നറിയപ്പെട്ടിരുന്ന പൊന്നാനിയ ഈ ന്യൂ ഇയറിൽ കൂടുതൽ കള്ള് കച്ചവടം നടന്നത്, കൂടുതൽ കള്ളക്കച്ചവടം നടന്ന പൊന്നാനി. ഈ രൂപത്തിലൂടെ അതൊക്കെ ആരാധന കുറിച്ച് ഒക്കെ മുസ്ലിമീങ്ങളെ പേരുള്ള മനുഷ്യന്മാരെ വായി കുറിച്ചിട്ടുള്ളൂ. അല്ലാഹുവേ അമ്മയും നമ്മുടെ മക്കളും കാത്തുരക്ഷിക്കട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നിട്ട് ചില സഹോദരന്മാർ ഈ സദസ്സ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. സഹന്മാര് അവരെ അഡ്രസ്സും ആവശ്യം അറിയുന്ന അല്ലാമൽ ഗയൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിചാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സഹോദരന്മാരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളുള്ള പൂർത്തിയാക്കട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളുള്ള ആൾക്കാരെ തീർത്തു കൊടുക്കട്ടെ. അതേമാതിരി നമ്മളെ ുള്ള പല ആൾക്കാർ ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെയും എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ആപത്തൊട്ടും നമ്മളെയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് വരും നാളെ വരും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സമയത്ത് മയ്യത്ത് വെട്ടിയിലാക്കി ആണി മേടി വരുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കും. അവർക്കും നമ്മൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗത്തിനെ തൊട്ടും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يندرج فيه حمد الأولين والآخرين حمدا يوافي نعمه ويكافئ مزيدا. اللهم يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. الله تهدي لما ولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد نور الأمواج وسيد الأسرار وترياق الأعياد ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وصحابه الأخيار من الله وإفضاله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وسلم. اللهم زدنا هلا وافرا بالتعلم والتعليم. اللهم انا نعوذ بك من نوائب العلم في التعلم والتعليم. اللهم هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم احفظ ذرياتنا من كل آفة وآفة وحسن اخلاقهم
واشف أمراضهم وارزقهم الصحة والعافية في أبدانهم وأعطهم الكفاف والغنى في عيشهم واجعلهم صالحين سالمين غانمين هادين مهتدين لا ضالين ولا مضلين يا رب العالمين. اللهم يا فارج الهم ويا كاشف الغم ويا مجيب دعوة الملتفين رحمن الدنيا والآخرة فرج كروبنا واصلح أحوالنا وأد ديوننا وانصرنا على أعدائنا يا خير الناصرين ويا أرحم الراحمين. اللهم وسع رزقنا اللهم وسع رزقنا اللهم وسع رزقنا وطول أعمارنا واشف أمراضنا وأد ديوننا ودفع عنا شر الظالمين والحاسدين والمتكبرين والنمامين وسحر الساحرين وشر الجن والشياطين. اللهم ادفع عنا سحر الساحرين وشر الجن والشياطين. اللهم ادفع عنا سحر الساحرين وشر الجن والشياطين بحق ما قرأناه من القرآن العظيم وبحق هؤلاء الشرفاء المذكورين. اللهم افتح لنا أبواب رحمتك اللهم افتح لنا أبواب رحمتك اللهم افتح لنا أبواب رحمتك ويسر لنا الوصول إلى كمال معرفتك يا ذا الجلال والإكرام. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا واوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. اللهم إن كان أرزاقنا في السماء فأنزله وإن كان في الأرض فأخرجه وإن كان بعيدا فقربه وإن كان مؤثرا فيسره وإن كان حراما فطهره إنك على كل شيء قدير بحق ما قرأناه من القرآن العظيم وبحق هؤلاء الشرفاء المذكورين. اللهم وإلى حضرات أرواح من مات من آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وعماتنا وأخواننا وخالاتنا وإخواننا وأخواتنا وسائر أقربائنا كلهم أجمعين. اللهم وإلى حضرات أرواح المدفونين المؤمنين في هذه القرية اللهم اغفر لنا ولهم يا رب العالمين. ربنا وما أبناهم يا العالمين. اللهم إن كانوا محسنين فزد في حسناتهم وإن كانوا مسيئين فجاوز عن سيئاتهم. اللهم أبدلهم دارا خيرا من دارهم وأهلا خيرا من نيلهم وزوجا خيرا من زوجهم وجيرانا خيرا من جيرانهم وأدخلهم الجنة وأعذهم من عذاب القبر. اللهم أدخلهم الجنة وأعذهم من عذاب القبر. اللهم أدخلهم الجنة وأعذهم من عذاب القبر ومن بعد والمسلمين والمسلمات الأحياء منه والأموات. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا محروما. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله. اللهم رب الرحيم واغفر ذنوبنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين ببركة صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه.